ഹായ് ഓൾ, ഇന്ന് നമുക്ക് സംസ്കൃതത്തിലെ സംജ്ഞാപ്രകരണം എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സംജ്ഞാപ്രകരണം സംസ്കൃതത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംജ്ഞാപ്രകരണം. നമുക്ക് ആദ്യം സംജ്ഞ എന്താണെന്ന് നോക്കാം. എന്താണ് സംജ്ഞ? സംജ്ഞ ഇത്യുക്തേ നാമഹ. എന്താണ് നാമഹ എന്ന് വെച്ചാൽ പേര്. ആരുടെയെങ്കിലും പേരിനെയാണ് നമ്മൾ സംജ്ഞ എന്ന് പറയുന്നത്. ആരുടെ പേര് വേണോ ആവാം, എന്തെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേരാവാം, വസ്തുവിന്റെ പേരാവാം. പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംജ്ഞ എന്ന് പറയുന്നത്. നമ്മൾ ഹിന്ദിയിലൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും സംജ്ഞ എന്നൊക്കെ. സംജ്ഞ അതേ സെയിം മീനിങ് ആണ്. പേരാണ് സംജ്ഞ എന്ന് വെച്ചാൽ. നമ്മൾ സംസ്കൃത ഗ്രാമറിൽ സംജ്ഞ എന്ന് വെച്ചാൽ കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് ആണ്. സംസ്കൃത ഗ്രാമറിൽ സംജ്ഞ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് ആണ്. ടെക്നിക്കൽ വേർഡ്സ് എന്ന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മഹർഷി പാണിനി, വ്യാകരണത്തിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്, പിതാവെന്ന് അറിയപ്പെടുന്നത് മഹർഷി പാണിനി മഹർഷിയാണ്. പാണിനി മഹർഷിയുടെ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. പാണിനി മഹർഷി രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. ഈ അഷ്ടാധ്യായിയിലെ കുറച്ച് വേർഡ്സ് പാണിനി യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടെക്നിക്കൽ വേർഡ്സ്. ആ വേർഡ്സിനെയാണ് സംജ്ഞ എന്ന് പറയുന്നത്. എല്ലാ വേർഡ്സിനെയും കൂടെ ചേർത്തിട്ടാണ് സംജ്ഞ എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടലി 9 സംജ്ഞയാണ് പഠിക്കാനുള്ളത്. ഈ ടേമിൽ 9 സംജ്ഞയാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഈ വീഡിയോ. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഇൻ സാൻസ്ക്രിറ്റ് ഗ്രാമർ ദ ടേം അച്ച് റെഫേഴ്സ് ടു വവൽ ആൻഡ് ഹൽ റെഫേഴ്സ് ടു കൺസോണൻസ്. അച്ച് എന്ന് വെച്ചാൽ വവൽസ്. നമ്മൾ സംസ്കൃത ഗ്രാമർ ടെക്സ്റ്റുകളിൽ എവിടെയെങ്കിലും നമ്മൾ അച്ച് എന്ന് കണ്ടാൽ അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സ്വരാക്ഷരങ്ങൾ, ഐ ഇ ഉ, നമ്മൾ സ്വരാക്ഷരങ്ങളില്ലേ, അതിനെയാണ് അച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഹല്ലെന്ന് കണ്ടാൽ നമ്മൾ അതിനെ വ്യഞ്ജനാക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹല്ലെന്ന് വെച്ചാൽ കാ ഖ ഗ ഖ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളില്ലേ, അതിനെയാണ് ഹല്ല് എന്ന് പറയുക. അച്ഛ ആ ഈ ഒന്ന് നമ്മൾ ഫുൾ എഴുതുന്നതിന് പകരമാണ് പാണിനി അച്ച് എന്നുള്ള ഒരൊറ്റ വേർഡ് പറഞ്ഞത്. 2 അക്ഷരങ്ങളുള്ള ഒരൊറ്റ വേർഡ് പറഞ്ഞത് സ്വരാക്ഷരങ്ങളുടെ മൊത്തത്തിലാണ്. അതുപോലെ ഹല്ല് എന്നുള്ളത് കാമുതൽ യാരാലാവ ശാഷ സഹ അത്രയും അക്ഷരങ്ങളെ ചേർത്തിട്ടാണ് ഹല്ല് എന്നുള്ളൊരു ഒറ്റ വേർഡ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ എവിടെയാണ് കാണപ്പെടുന്നത്? പാണിനിയുടെ അഷ്ടാധ്യായി ഗ്രന്ഥത്തിലാണ്. മഹർഷി പാണിനി എഴുതിയിട്ടുള്ള ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ഗ്രാമർ എന്നറിയപ്പെടുന്ന മഹർഷി പാണിനിയുടെ അഷ്ടാധ്യായി എന്ന ഗ്രന്ഥത്തിലാണ് ഈ സംജ്ഞകളെല്ലാം ഉള്ളത്. ഓക്കെ, അതിനു മുന്നേ പാണിനി എങ്ങനെയാണ് ഈ അഷ്ടാധ്യായി എഴുതിയതെന്ന് നമുക്കറിയണം. പാണിനി പണ്ട് ഗുരുകുലത്തിലാണ് പഠിച്ചിരുന്നത്. അന്ന് ഗുരുകുല സമ്പ്രദായമാണല്ലോ, ഇന്നത്തെ പോലെ സ്കൂൾസ് ഒന്നുമില്ല. അപ്പോൾ ഗുരുകുലത്തിൽ ഇങ്ങനെ പാണിനി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാണിനി കുറച്ച് ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കൂടെയുള്ള കുട്ടികളെല്ലാം ഗുരു പറഞ്ഞു കൊടുക്കുന്നു, അതിനെ കേട്ടിട്ട് തിരിച്ചു പറയുന്നു. അന്ന് എഴുതുന്ന സമ്പ്രദായം ഇല്ല. ഗുരു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശിഷ്യർ കേട്ട് മനസ്സിലാക്കി തിരിച്ചു പറയുന്നു. അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു. പക്ഷേ അന്ന് പാണിനി പഠിച്ചിരുന്ന സമയത്ത് കൂടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും, കൂടെയുള്ള കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ ഗുരു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് തിരിച്ചു പറയുന്നുണ്ട്. പക്ഷേ പാണിനിക്ക് മാത്രം തിരിച്ചു പറയാനായിട്ട് കഴിയാനില്ല. എത്ര ശ്രമിച്ചിട്ട്, ഒരുപാട് ശ്രമിച്ചു പാവം, പക്ഷേ തിരിച്ചൊന്നും പറയാനായിട്ട് കഴിയാനില്ല. ഗുരു പഠിപ്പിക്കുന്നു, പാണിനി ഒരുപാട് ശ്രമിക്കുന്നു, പക്ഷേ ഗുരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് പാണിനി. അതോടൊപ്പം കൂടെയുള്ള കൂട്ടുകാർ ഒരുപാട് കളിയാക്കണമെന്നുണ്ട്. മന്ദബുദ്ധി എന്ന് വിളിച്ചിട്ട് പാണിനി ഒരുപാട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഈ കൂട്ടുകാരുടെ ഹ്യൂമിലിയേഷൻ സഹിക്കാൻ വയ്യാണ്ട് പാണിനി ഒരു ദിവസം ഗുരുകുലത്തിൽ നിന്ന് ഒളിച്ചോടി, സ്വന്തം നാട്ടിലോട്ട് ഒളിച്ചോടി, ഗുരുകുലത്തിൽ നിന്ന് വിട്ടുവന്നു. അങ്ങനെ നാട്ടിലെത്തിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മ സമാധാനിപ്പിച്ചു, സാരമില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാണിനിയും പാണിനിയുടെ അമ്മയും കൂടി വെള്ളം എടുക്കാനായിട്ട് അടുത്തുള്ള ഒരു അരുവിയിലോട്ട് പോകും. അവർ സ്ഥിരം അടുത്തുള്ള അരുവിയിൽ നിന്നാണ് വെള്ളം എടുക്കുക. വീട്ടിലൊന്നും ഒരു സ്ഥിരം ഒരു കുടമുണ്ട്, ആ കുടത്തിലാണ് എന്നും വെള്ളം എടുക്കുന്നത്. അങ്ങനെ അവരിങ്ങനെ പോയി വെള്ളം എടുത്തിട്ട് അമ്മ റുട്ടീനായിട്ട് സ്ഥിരം ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഈ വെള്ളം എടുത്തിട്ട് അമ്മ എന്നും അടുത്തൊരു പാറക്കല്ലുണ്ട്, ഈ പാറക്കല്ലിൻ്റെ മുകളിൽ കുടം വയ്ക്കും. എന്നും ചെയ്യുന്ന കാര്യമാണ്. വെള്ളം എടുക്കുന്നു, പാറക്കല്ലിൻ്റെ മുകളിൽ കുടം വയ്ക്കുന്നു. അങ്ങനെ ഇന്നും പാറക്കല്ലിൻ്റെ മുകളിൽ അമ്മ ഇങ്ങനെ കുടം വെച്ചിട്ട് നോക്കിയപ്പോൾ ഈ കുടത്തിൻ്റെ അടിയിൽ ഒരു പൂവ് പോലെ എന്തിൻ്റെ ഒരു അടയാളമുണ്ട്. ഐതിഹ്യ കഥയാണ്, നിങ്ങൾ ലോജിക്ക് തിരക്കി വരരുത്. ഈ പൂവ് പോലെ എന്തോ ഒരു അടയാളമുണ്ട്. ഈ എന്നും ഇങ്ങനെ പാറക്കല്ലിൻ്റെ മുകളിൽ ഈ കുടം വയ്ക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് വച്ച് നോക്കിയപ്പോഴത്തേക്കും ആ പാറക്കല്ലിൻ്റെ മുകളിലായിട്ട് ആ പൂവിൻ്റെ അടയാളം, അതായത് കുടത്തിലുള്ള പൂവിൻ്റെ അടയാളം, കുടത്തിൻ്റെ അടിയിലുള്ള പൂവിൻ്റെ അടയാളം പാറക്കല്ലിൻ്റെ മുകളിൽ തെളിഞ്ഞു കണ്ടു. ഇത് കണ്ടപ്പോൾ അമ്മ ആകാശത്തോട്ട് നോക്കി ടീച്ചറിനോട് പറഞ്ഞു, ബുദ്ധിയില്ലാത്ത ജീവനില്ലാത്ത പാറക്കല്ലിന് പോലും മാറ്റം സംഭവിച്ചു. അതായത് പാറക്കല്ലിന് പോലും ആ ഒരു ചെറിയ മാറ്റം, ആ പൂവിൻ്റെ അടയാളം പാറക്കല്ലിൽ തെളിഞ്ഞു വന്നു, ഒരു പാറക്കല്ലിന് പോലും മാറ്റം സംഭവിച്ചു. എന്നിട്ട് തൻ്റെ ബുദ്ധിയുള്ള, അതായത് ജീവനുള്ള തൻ്റെ മകന് ഒരു മാറ്റവും ഉണ്ടായില്ലല്ലോ ഈശ്വരാന്ന് വിലപിച്ച അമ്മ ഇങ്ങനെ കരഞ്ഞു, മുകളിലോട്ട് ആകാശത്ത് നോക്കി കരഞ്ഞു. ഇത് കണ്ട് പാണിനിക്ക് അങ്ങ് വല്ലാണ്ട് വിഷമമായി. പാണിനി ഇങ്ങനെ താൻ കാരണം തൻ്റെ അമ്മ ഇങ്ങനെ കരയുന്ന കണ്ടിട്ട് പാണിനിക്ക് ഒരുപാട് വിഷമമായി. പാണിനി എന്ത് ചെയ്തു? മഹേശ്വരനെ, മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ശിവനെ തപസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പാണിനി തപസ് ചെയ്തു, ഘോര തപസ്, ഒരുപാട് വർഷം തപസ് ചെയ്ത് തപസ്സിനൊടുവിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട്
പാണിനി ഒരു വരവും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടുന്നതിന് മുന്നേ തന്നെ മഹാദേവ് എന്ത് ചെയ്തു? കയ്യിലുള്ള ഉടുക്കിലെ ഡമരു എടുത്ത് 14 പ്രാവശ്യം അനക്കി. 14 പ്രാവശ്യം ഡമരു എടുത്ത് അനക്കി. ഈ 14 പ്രാവശ്യവും ഓരോ പ്രാവശ്യവും ആ ഡമരുവിൽ നിന്ന് ഓരോ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട്സാ വന്നേ. ഓരോ സൗണ്ട് വന്നു. ഈ സൗണ്ട് മഹാദേവ് 14 പ്രാവശ്യം അനക്കി മഹാദേവ് അപ്രത്യക്ഷമായി. ഈ സൗണ്ട്സിൽ നിന്നാണ് പാണിനി അഷ്ടാധ്യായി എന്നുള്ള ഗ്രന്ഥം, അതായത് സംസ്കൃത ഗ്രാമറിനെ ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് അടുക്കി വെച്ചത് ഈ 14 സൗണ്ട്സിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, ഈ മഹേശ്വരനിൽ നിന്ന് കിട്ടിയതായിട്ടുള്ളത് കൊണ്ട് ഇതിനെ മാഹേശ്വര സൂത്രങ്ങൾ എന്നാണ് പറയുന്നത്. എന്ന് പറയും? മാഹേശ്വര സൂത്രങ്ങൾ. ഓക്കെ, മാഹേശ്വര സൂത്രങ്ങൾ. ആ 14 എണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐഉൺ, റിലിക്, ഏഓങ്, ഐ ഔച്ച്, ഹയവരട്, ലണ്, ഞമങ്ങണ്ണ നമ്മ, ജഭഞ്ഞ, ഘടധഷ്, ജബഗടദശ്, കഭചഠതചടതവ്, കപ്പയ്യ്, ശശസര്, ഹല്. ഒന്നുകൂടി. ഐഉൺ, റിലിക്, ഏഓങ്, ഐ ഔച്ച്, ഹയവരട്, ലണ്, ഞമങ്ങണ്ണ നമ്മ, ജഭഞ്ഞ, ഘടദഷ്, ജബഗടദശ്, കഭചഠതചടതവ്, കപ്പയ്യ്, ശശസര്, ഹല്. സംസ്കൃതം പഠിക്കുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഇത് പഠിച്ചാലേ നമുക്കിനി അങ്ങോട്ട് വ്യാകരണം പഠിക്കാൻ പറ്റൂ. വളരെ 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 ബേസിക് ആയിട്ടുള്ള സാധനമാണ്. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ബൈഹേർട്ട് ആക്കിയിരിക്കണം. ഐഉൺ, റിലിക്ക് മുതൽ ഹല്ല് വരെയുള്ള സൂത്രങ്ങൾ. ഓക്കെ, മാഹേശ്വര സൂത്രങ്ങൾ. ഈ മാഹേശ്വര സൂത്രങ്ങൾ യൂസ് ചെയ്തിട്ടാണ് പാണിനി പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പ്രത്യാഹാരം ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ പ്രത്യാഹാരം സംജ്ഞയാണ്, നമുക്കിനി പഠിക്കാനുണ്ട്, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ പഠിക്കാം. ഓക്കെ, പ്രത്യാഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് മാഹേശ്വര സൂത്രങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അച്ച് എന്നുള്ളത് ഒരു പ്രത്യാഹാരമാണ്. അത് മാഹേശ്വര സൂത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ച് എന്ന് വെച്ചാൽ ഐവുണ്ണ്. ആ ആദ്യത്തെ അക്ഷരം നമ്മൾ നോക്കുക. അച്ചിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. ഈ ആ മുതൽ ച ഇല്ലേ, ച വരെയുള്ള ലെറ്റേഴ്സ്, ഇതിനെയാണ് അച്ച് എന്നുള്ള പ്രത്യാഹാരത്തിനകത്ത് ഉൾപ്പെടുത്തുക. അച്ച് എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള ഫസ്റ്റ് ലെറ്റർ മുതൽ ച എന്നുള്ള ആ ലെറ്റർ വരെയുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെയാണ് അച്ച് എന്നുള്ള പ്രത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇവിടെ നോക്കിയേ, ആ, ഇ, ഉ, ണ് നമ്മൾ ഒഴിവാക്കും കേട്ടോ. ഇതിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ടില്ലേ ഒരു ക്, ങ്, ച്, ട് എന്നൊക്കെ പറഞ്ഞ് പകുതി അക്ഷരങ്ങൾ കണ്ടില്ലേ? ഈ പകുതി അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങളെ ഉൾപ്പെടുത്തുക. അപ്പോൾ ആ, ഇ, ഉ, ഋ, ല്, എ, ഒ, ഐ, ഔ ഇത്രയും അക്ഷരങ്ങളാണ് അച്ച് എന്നുള്ള പ്രത്യാഹാരത്തിൽ വരിക. ഇനി അങ്ങോട്ടുള്ള എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാവും. അതിനു മുന്നേ ആ ലാസ്റ്റ് വരുന്ന ഈ ച് ഇല്ലേ, ച്, ക്ക്, ണ് നിങ്ങൾ പകുതി അക്ഷരങ്ങളില്ലേ, ഫുള്ളായിട്ടില്ലാത്ത പകുതി അക്ഷരങ്ങൾ, ആ പകുതി അക്ഷരങ്ങളെ നമ്മൾ ഇത്ത് എന്നുള്ള വേർഡ് കൊണ്ട് പറയുന്നത്. ഇത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംജ്ഞയാണ്, ഇനി നമുക്കടുത്ത് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത്തും പ്രത്യാഹാരമൊക്കെ ഇനി നമ്മൾ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ആ പകുതി അക്ഷരത്തിന് നമ്മൾ ഇത്തെന്ന് പറയും. ഇത്ത് ഫുള്ളായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലെറ്ററും പകുതിയുള്ള ലെറ്ററും കൂടെ ചേർത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പ്രത്യാഹാരം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കോ. യണ് എന്നുള്ളൊരു പ്രത്യാഹാരം. യണ് എന്നുള്ള പ്രത്യാഹാരം നോക്കിയേ. ഐവുണ്ണിൽ എവിടെയാണ് എണ് വരുന്നത്? ഐവുണ്ണ്, റിലിക്ക്, ഏഓങ്, ഐഔച്ച്, ഹയവരട്. എവിടെയാ യാ വരിക? ഈ ആദ്യത്തെ ലെറ്റർ നോക്കുക. എവിടെയാ യാ വരിക? ഹയവരടിൽ. ഹാ കഴിഞ്ഞിട്ടുള്ള അക്ഷരമാണ് യ. ഇനി അടുത്ത ണ് എവിടെ വരുമോ നോക്കൂ. ഹയവരട് കഴിഞ്ഞിട്ടേ ണ് വരുള്ളൂ. ഹയവരട് ലണ്, ലണിലുണ്ട് ണ് ഇല്ലേ? അപ്പോൾ ഈ യാ മുതൽ ണ് വരെയുള്ള ലെറ്റേഴ്സ്, ഈ ഇത്രയും ലെറ്റേഴ്സിനെയാണ്. അതിൽ ഏതൊക്കെ എക്സ്ക്ലൂഡ് ആവും? ഡ് പോവും, ണ് പോവും. ഡ്, ണ് ഒഴികെ ലാസ്റ്റുള്ള പകുതി അക്ഷരങ്ങൾ, അതായത് ഇത്തായിട്ടുള്ള അക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കി ലെറ്റേഴ്സ് യാ, വാ, രാ, ല ഇത്രയും അക്ഷരങ്ങളെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുക? യണ് എന്നുള്ള പ്രത്യാഹാരത്തിനകത്ത് ഉൾപ്പെടുത്തുക. എവിടെയെങ്കിലും യണ് എന്ന് കണ്ടാൽ നമ്മൾ അത് എന്ത് മനസ്സിലാക്കണം? അതിനകത്ത് യാ, വാ, രാ, ല ഇത്രയും അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം മാഹേശ്വര സൂത്രങ്ങൾ ഓർഡറിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, എങ്കിലും നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. ഞമ് എന്നുള്ളൊരു പ്രത്യാഹാരം. ഞമ് എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം ഞാ എവിടെ വരും നോക്കണം. ഐവുണ്ണ്, റിലിക്ക്, ഏഓങ്, ഐഔച്ച്, ഹയവരട്, ലണ്, ഞമങ്ങണനമ്. ഞാൻ എവിടെ വന്നു? ഞമങ്ങണനമ്. ഞാൻ ഇവിടെ വന്നു. ഞമങ്ങണനമില് ഞാ ഉണ്ട്. ഇനി അടുത്ത മ് എവിടെ വരും നോക്കണം. ഞമങ്ങണനമ. അതേ സെയിം സൂത്രത്തിൽ തന്നെ ഉണ്ട് മ്. എവിടെ? അതിൻ്റെ ലാസ്റ്റ് ആയിട്ടുണ്ടല്ലേ മ്. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളായിരിക്കും ഞമ്മിൽ വരുന്നത്? ഞാ, മ, ങ, ണ, ന. ഈ ഞാ, മ, ങ, ണ, ന ഇത്രയും അക്ഷരങ്ങളായിരിക്കും ഞമ് എന്നുള്ള പ്രത്യാഹാരത്തിനകത്ത് വരിക. ഇനി വേറൊരു പ്രത്യാഹാരം നോക്കിയേ.
ഫോർ എക്സാമ്പിൾ ഇക്ക് എന്നുള്ളൊരു പ്രത്യാഹാരം. ഓക്കെ, ഇക്ക് എന്നുള്ള പ്രത്യാഹാരം അതിനകത്ത് ഏതൊക്കെയായിരിക്കും വരിക? അപ്പോൾ നമ്മൾ ആദ്യം ഈ എവിടെ കിടക്കുന്നു നോക്കണം. ഐ ഉൺ റിൽറിക്കിൽ എവിടെയാണ് ഈ ഉള്ളത്? ഐ ഉണ്ണ് റിൽറിക്ക് ഏവോങ് ഐ ഉണ്ണ് ആ ഇ ഇല്ലേ? ഈ എവിടെ വന്നു? ഐ ഉണ്ണിൽ ഈ വന്നു. ഈ മുതൽ ക്ക് എവിടെ വരും നോക്കൂ. ഐ ഉണ്ണ് റിൽറിക്ക് ക്ക് ഇവിടെ അല്ലേ വന്നത്? അപ്പോൾ ഈ മുതൽ ക്ക് വരെയുള്ള ലെറ്റേഴ്സ്, അതായത് ഈ ഉ റ് ഋ, ണ് ഒഴിവാവും ക്ക് ഒഴിവാവും, പകുതിയുള്ള അക്ഷരങ്ങൾ ഒഴികെ ബാക്കി ഫുള്ളായിട്ടുള്ള അക്ഷരങ്ങൾ ഈ ഉ റ് ഋ ഇത്രയും അക്ഷരങ്ങളാണ് ഇക്ക് എന്നുള്ള പ്രത്യാഹാരത്തിനകത്ത് വരിക. ഓക്കെ, അടുത്തത് ഹല്ല് എന്നുള്ളൊരു പ്രത്യാഹാരം. ഹല്ല് എന്നുള്ളൊരു പ്രത്യാഹാരം അവിടെയാണ് നമുക്കൊരു ചെറിയ ഡൗട്ട് വരിക. കാര്യം ഇതിനകത്ത് 2 ഹായ് ഉണ്ട്. ഹയവരട്ടിലും ഒരു ഹായ് ഉണ്ട്, ഏറ്റവും ലാസ്റ്റുള്ള ഹല്ലിലും ഒരു ഹായ് ഉണ്ട്. ഇതിൽ ഏത് ഹാ നമ്മൾ ചൂസ് ചെയ്യുന്ന നമുക്കൊരു ഡൗട്ട് വരും. നമ്മൾ എപ്പോഴും ഹയവരടിലുള്ള ഹാ വേണം ചൂസ് ചെയ്യാൻ. എവിടെയെങ്കിലും ഹാ കണ്ടാൽ അത് ഏത് ഹായാണ്? ഹയവരടിലുള്ള ഹായാണ്. ഓക്കെ, ആദ്യം കിടക്കുന്ന ഹാ വേണം കൺസിഡർ ചെയ്യാൻ. ഈ ഹാ മുതൽ ല് എവിടെ വരും നോക്കൂ. ല് വരുന്നത് ലാസ്റ്റ് ലീലാണ്, ഹല്ലിലെ ലീലാണ് ല് വരുന്നത്. അപ്പോൾ അതുവരെയുള്ള എല്ലാ അക്ഷരങ്ങളും, അതായത് ഹയവരട്, ലണ്, ഞമങ്ങണനമ്, ജഭഞ്ഞ്, ഘടദശ്, ജപഘടദശ്, ഖവജടതച്ചടതവ്, കപ്പയ്യ്, ശശസര്, ഹല്ല്. ഇതിൻ്റെ ലാസ്റ്റ് ലെറ്റർ ഒഴികെ, ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇത്തായിട്ടുള്ള അക്ഷരം ഒഴികെ ബാക്കി എല്ലാ അക്ഷരങ്ങളും ഏതിൽ വരും? ഹല്ല് എന്നുള്ള പ്രത്യാഹാരത്തിൽ വരും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പ്രത്യാഹാരം പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 9 സംജ്ഞകളാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതത്രയും പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്കിനി അങ്ങോട്ടുള്ള സംജ്ഞകൾ പഠിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 9 സംജ്ഞകൾ ഏതൊക്കെയാണ്? ഇത്ത് സംജ്ഞ, ലോപസംജ്ഞ, പ്രത്യാഹാര സംജ്ഞ, ഉദാത്ത സംജ്ഞ, അനുദാത്ത സംജ്ഞ, സ്വരിത സംജ്ഞ, സവർണ സംജ്ഞ, നിപാത സംജ്ഞ, പ്രഗൃഹ്യ സംജ്ഞ. ഇത്രയും 9 സംജ്ഞകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഓരോ സംജ്ഞയ്ക്കും ഓരോ സൂത്രങ്ങൾ വെച്ച് പഠിക്കാനുണ്ട്. ഇതിൽ മാത്രം 2 സൂത്രം, ബാക്കി എല്ലാത്തിലും ഓരോ സൂത്രവും അതിൻ്റെ സൂത്രാർത്ഥവും എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQs ആയിരിക്കും ഇതിന്ന് ചോദിക്കുന്ന. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. ജസ്റ്റ് സംജ്ഞയുടെ പേര്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി സൂത്രത്തിന്റെ പേരും പഠിച്ചു വെച്ചാൽ മതി. സിമ്പിളാണ്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഓരോരോ സംജ്ഞകളായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.